ഡേ 1ൻ്റെ ആദ്യത്തെ റിവിഷനാണിന്ന്. മലയാളം ഫസ്റ്റ് ബെല്ലിൻ്റെ ടെലഗ്രാം ചാനലിലെ ക്ലാസ് 1 ആയിരുന്നു. ഇംഗ്ലീഷിലെ റൂൾ 1 നോ സൂണർ, ഹാഡ്ലി, സ്കേഴ്സ്ലി, ബേർലി ഒക്കെ വരുമ്പോഴുള്ള നിയമമായിരുന്നു. നോ സൂണറിൻ്റെ കൂടെ ദാനാണ് വരിക, ബാക്കി എല്ലാത്തിൻ്റെയും കൂടെ വെന്നാണ് വരിക. നോ സൂണർ ദാൻ, നോ സൂണർ ഓർത്തിരിക്കാൻ നോട്ട് എന്നോർത്താൽ മതി. നോ സൂണർ ദാൻ. പിന്നെ ഞാൻ ഇംഗ്ലീഷിൽ ഒരു 10 കളക്റ്റീവ് നൗൺസാണ് പഠിച്ചത്. ജഡ്ജസിൻ്റെ വരുന്നത് ബെഞ്ചാണ്, ഫ്ലവേഴ്സ് ബഞ്ചാണ്, ബേർഡ്സ് ഫ്ലൈറ്റാണ്, ഷീപ്പ് ഫ്ലോക്കാണ്, ഷിപ്പ് കപ്പൽ അതിൻ്റെ ഫ്ലീറ്റാണ്, പിന്നെ റൈറ്റേഴ്സ് സ്കൂളാണ്, ഫിഷ് സ്കൂൾ ഓഫ് ഫിഷാണ്, ഷോൾ ഓഫ് ഫിഷ് എന്നും പറയും. പീപ്പിൾ ക്രൗഡ് ഓഫ് പീപ്പിൾ, ഈ മാസ് ഓഫ് പീപ്പിൾ. ഗ്യാങ് ഓഫ് റോബേഴ്സ് അല്ലെങ്കിൽ ഗ്യാങ് ഓഫ് തീവ്സ്, മോബ് ഓഫ് റൈറ്റേഴ്സ്. ജഡ്ജസിന് ബെഞ്ച് ഓഫ് ജഡ്ജസ് ആണ്, ഫ്ലവേഴ്സിന് ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ്, ബേർഡ്സ് ഫ്ലൈറ്റ് ഓഫ് ബേർഡ്സ്, ഷീപ്പ് ഫ്ലോക്ക് ഓഫ് ഷീപ്പ്, ഫ്ലീറ്റ് ഷിപ്സ് ഓഫ് ഫ്ലീറ്റ്, ഫ്ലീറ്റ് ഓഫ് ഷിപ്സ്. റൈറ്റേഴ്സ് മോബ് ഓഫ് റൈറ്റേഴ്സ്, റൈറ്റേഴ്സിന് സ്കൂൾ ഓഫ് റൈറ്റേഴ്സ്, ഫിഷിന് സ്കൂൾ ഓഫ് ഫിഷ്, പീപ്പിൾ മാസ് ഓഫ് പീപ്പിൾ, ക്രൗഡ് ഓഫ് പീപ്പിൾ എന്ന് പറയും. റോബേഴ്സ് ഗ്യാങ് ഓഫ് റോബേഴ്സ്, ഗ്യാങ് ഓഫ് തീവ്സ്. ഇത്രയാണ് ഇംഗ്ലീഷ് പഠിച്ചുള്ളൂ. മാത്സിൽ ക്ലോക്കിൻ്റെ ബേസിക്സ് ആണ് പഠിച്ചത്. അതിൽ ഒരു മിനിറ്റിൽ ക്ലോക്കിൽ മിനിറ്റ് സൂചി എത്ര ഡിഗ്രി തിരിയും? അത് മിനിറ്റ് സൂചി 6 ഡിഗ്രിയാണ്. ഒരു മിനിറ്റിൽ സെക്കൻഡ് സൂചി 360 ഡിഗ്രി തിരിയും. മിനിറ്റ് സൂചി 6 ഡിഗ്രിയാണ് തിരിയുക. അതുപോലെ തന്നെ മണിക്കൂർ സൂചി ഒരു മണിക്കൂറിൽ 30 ഡിഗ്രിയാണ് തിരിയുക. പിന്നെ പഠിച്ചത് മിറർ ഇമേജിൻ്റെയാണ്. മിറർ ഇമേജ് 11:60, അതായത് 12 മണി വരെ. 11 മണിയിൽ താഴെയുള്ളതാണെങ്കിൽ 11:60 നിന്ന് ആണ് കുറയ്ക്കേണ്ടത്. പിന്നെ 11 മണിയിൽ കൂടുതലുള്ള സമയത്തിൻ്റെ മിറർ ഇമേജ് ആണെങ്കിൽ 23:60 നിന്നാണ് കുറയ്ക്കേണ്ടത്. ഇത്രയാണ് മാത്സിൽ പഠിച്ചത്. മാത്സ് നാളെ മറ്റന്നാളും ഒക്കെ കുറച്ചുകൂടെ പ്രോബ്ലംസ് ചെയ്ത് നോക്കുന്നുണ്ട്. അടുത്തത് കറണ്ട് അഫയേഴ്സിൽ സാഹിത്യത്തിലെ ഒരു ടോപ്പിക്കാണ് ഞാൻ എടുത്തത്, ജ്ഞാനപീഠം. അതിൽ കറണ്ട് അഫയേഴ്സിൽ വരാൻ കാരണം 2024 ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയ ആളാണ് വിനോദ് കുമാർ ശുക്ല. 59ാമത്തെ ജ്ഞാനപീഠമായിരുന്നു 2024. ഹിന്ദിയാണ് അദ്ദേഹം 12ാമത്തെ ഹിന്ദി പേഴ്സണാണ്. അതായത് മലയാളികളിൽ 6 പേർക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം ഇതുവരെ ലഭിച്ചിട്ടുള്ളത്. ഈ ജ്ഞാനപീഠ പുരസ്കാരമാണ് ഇന്ത്യയിലെ സാഹിത്യത്തിന് കൊടുക്കുന്ന ഏറ്റവും വലിയ പുരസ്കാരം. സരസ്വതി ദേവിയുടെ ഒരു വെങ്കല ശില്പവും 11 ലക്ഷം രൂപയുമാണ് അതിൻ്റെ പുരസ്കാരം. സാഹു ജെയിൻ ട്രസ്റ്റാണ് ഇത് നൽകുന്നത്. 1961 മുതലാണ് തുടങ്ങിയത് ജ്ഞാനപീഠ പുരസ്കാരം തുടങ്ങിയതെങ്കിലും 1965 നൽകി തുടങ്ങിയത്. അതുവരെ ഒരു കൃതിക്കായിരുന്നു എടുത്തിരുന്നത്. 1965 തുടങ്ങുമ്പോൾ ഒരു കൃതിക്കായിരുന്നു എടുത്തിരുന്നത്. എന്നാൽ 1982 മുതൽ സാഹിത്യത്തിനുള്ള സമഗ്ര സംഭാവന കണക്കിലെടുത്താണ് 1982 മുതൽ ജ്ഞാനപീഠ പുരസ്കാരം നൽകി തുടങ്ങുന്നത്. ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയത് ജി ശങ്കരക്കുറുപ്പിനാണ്. ഇതുവരെ 6 മലയാളികൾക്ക് കിട്ടിയിട്ടുണ്ട്. ജി ശങ്കരക്കുറുപ്പ്, എസ് കെ പൊറ്റക്കാട്, തകഴി, MT വാസുദേവൻ, ONV അക്കിത്തം. ഈ 6 പേർക്കാണ്. ഇത് ഓർഡറിൽ പഠിച്ചിരിക്കണം, ഓർഡർ ചോദിക്കും. അതുകൊണ്ട് അത് ഓർത്തിരിക്കാൻ. GST കൊടുക്കാൻ MT ഓക്കെയാണ്. ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയ ഒരു വ്യക്തിയാണ് MT. അപ്പം MTക്ക് ആ തുകയിൽ നിന്നും ഒരു GST കൊടുക്കേണ്ടി വന്നു. GST കൊടുക്കാൻ MT ഓക്കെയാണ്. GSTയിൽ ജി ശങ്കരക്കുറുപ്പ്, എസ് കെ പൊറ്റക്കാട്, T തകഴി ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ആദ്യം T ആണല്ലോ വരുന്നത്, തകഴി.
പിന്നെ എം ടി വാസുദേവൻ നായർ. OK ആണെങ്കിൽ ONVയുടെ ആണ്. കെ വരുന്ന അക്കിത്തത്തിൻ്റെ K ആണ്, സ്ട്രെസ് ചെയ്യുമ്പോൾ K വരുന്നുണ്ട് അക്കിത്തം. ജി ശങ്കരക്കുറുപ്പിന് കിട്ടിയത് 1965 SK പൊറ്റക്കാടിന് 1981, പിന്നെ 84, പിന്നെ 95, 2005 2007, പിന്നെ 2015 2019. പിന്നെ കറണ്ട് അഫയേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് വരുമ്പോൾ 2021 ആസാമീസ് സാഹിത്യകാരനാണ് കിട്ടിയത്, നിൽമണി എന്ന് പറയുന്ന വ്യക്തിക്കാണ് കിട്ടിയത്. 2022 ദാമോദർ മൗസോ കൊങ്കണി സാഹിത്യകാരനാണ് കിട്ടിയത്. 2023 രാം ഗുൽസർ സംസ്കൃതം ഉറുദുവാണ്. 2024 ഈ വർഷം കിട്ടിയതാണ് വിനോദ് കുമാർ ശുക്ല, ഹിന്ദി സാഹിത്യകാരനാണ്. ഈ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചതിൽ കവികളും ഉണ്ട്, നോവലിസ്റ്റും ഉണ്ട്. അപ്പോൾ അതിൽ കവികളുടെ മാത്രം ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് പഠിച്ചിട്ടുണ്ട്. ജി ശങ്കരക്കുറുപ്പിന് ജ്ഞാനപീഠ പുരസ്കാരം നേടിക്കൊടുത്ത കവിതാ സമാഹാരം ഓടക്കുഴലാണ്. പിന്നെ ജി ശങ്കരക്കുറുപ്പ് അറിയപ്പെടുന്നത് മലയാളത്തിൻ്റെ മിസ്റ്റിക് കവി, വൃത്തിബോധത്തിൻ്റെ കവി, പ്രകൃതി ഗായകൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ജി ശങ്കരക്കുറുപ്പാണ്. ജി ശങ്കരക്കുറുപ്പിൻ്റെ ആത്മകഥയാണ് ഓർമ്മയുടെ ഓളങ്ങളിൽ. എറണാകുളം ജില്ലയിലെ കാലടിയിലാണ് ജി ശങ്കരക്കുറുപ്പ് ജനിച്ചത്. പിന്നെ ജി ശങ്കരക്കുറുപ്പ് രാജ്യസഭാ അംഗമായിരുന്നു. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച മലയാള കവി ജി ശങ്കരക്കുറുപ്പാണ്. ടാഗോറിൻ്റെ ഗീതാഞ്ജലി എന്ന പേരിൽ തന്നെ പരിഭാഷപ്പെടുത്തി മലയാളത്തിലേക്ക്, അത് ജി ശങ്കരക്കുറുപ്പാണ്. അതുപോലെ തന്നെ ഒമർ ഖയ്യാമിൻ്റെ റുബയ്യാത്ത് എന്ന ബുക്ക് വിലാസലഹരി എന്ന പേരിൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയതും ജി ശങ്കരക്കുറുപ്പാണ്. പിന്നെ ഓടക്കുഴൽ അവാർഡ് ഇദ്ദേഹത്തിൻ്റെ പേരിലാണ് നൽകുന്നത്. ഓടക്കുഴൽ അവാർഡ് ഗുരുവായൂരപ്പൻ ട്രസ്റ്റാണ് നൽകുന്നത്. പക്ഷേ ആദ്യത്തെ ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിനാണ്. കേരള തുളസീദാസൻ എന്നറിയപ്പെടുന്നതാണ് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. ആരമ്മേ ഗാന്ധി എന്ന കവിത ആരുടെയാണ്? വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിൻ്റെയാണ്. അങ്ങനെയാണെങ്കിൽ മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയും നാഥുറാം ഗോഡ്സെയും എന്ന കവിത രചിച്ചത് NV കൃഷ്ണവാര്യരാണ്. ONV കുറുപ്പിൻ്റെ മുഴുവൻ പേര് ഒറ്റപ്ലാക്കൽ നീലകണ്ഠൻ വേലിക്കുറുപ്പ് എന്നാണ്. ചവറയിലാണ് ജനിച്ചത്. ബാലമുരളി എന്ന പേരിലാണ് ആദ്യകാല രചനകളൊക്കെ എഴുതിയിരുന്നത്. ONVയുടെ ആത്മകഥാപരമായ കുറിപ്പാണ് പോക്കുവെയിൽ മണ്ണിൽ എഴുതിയത്. ONVയുടെ രചനകളാണ് ഉജ്ജയിനി, ഉപ്പ്, മൃഗയ, ഭൈരവൻ്റെ തുടി, അക്ഷരം തുടങ്ങിയവയെല്ലാം. ONVക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് 2007 അക്ഷരം എന്ന് പറയുന്ന കൃതിക്കാണ് ONVക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയത്. ഉപ്പിന് വയലാർ അവാർഡ്, മൃഗയ ഓടക്കുഴൽ അവാർഡ്, അഗ്നിശലഭം കേരള സാഹിത്യ അക്കാദമി അവാർഡ്. ആശാൻ പുരസ്കാരം ലഭിച്ചത് ഭൂമിക്കൊരു ചരമഗീതം എന്ന പുസ്തകത്തിനാണ്, കൃതിക്കാണ്. 2019 ജ്ഞാനപീഠ പുരസ്കാര ജേതാവാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി. അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം കുമാരനല്ലൂരാണ്. 20ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം, ബലിദർശനം, പഞ്ചവർണ്ണക്കിളി തുടങ്ങിയവയൊക്കെ അദ്ദേഹത്തിൻ്റെ കൃതികളാണ്. ഈ 20ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസത്തിലുള്ളതാണ് വെളിച്ചം ദുഃഖമാണുണ്ണി, ഒരു കണ്ണീർക്കണം മറ്റുള്ളവർക്കായി, അത് ഓരോരോ മാതിരി ചായം തേച്ചെന്ന് പറഞ്ഞ പൊളിറ്റീഷ്യൻസിനെ പറ്റി പറയുന്നത്. അതെല്ലാം 20ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസത്തിലുള്ളതാണ്. ഇത്രയാണ് ഇന്ന് ജ്ഞാനപീഠ കറണ്ട് അഫയേഴ്സിൽ പഠിച്ചത്. ഇനിയുണ്ട് ജ്ഞാനപീഠം നേടിയ ബാക്കിയുള്ള ആൾക്കാരെ പറ്റി നാളെയാണ് ഞാൻ പഠിക്കുന്നുള്ളൂ. ഇനി അവസാനത്തത് GKയിലെ ഒരു ടോപ്പിക്കാണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വേണം എന്ന ഒരാശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് MN റോയിയാണ് 1934. ആദ്യം തന്നെ
ആദ്യം തന്നെ പഠിക്കേണ്ടത് ഇന്ത്യക്ക് സ്വന്തമായി ഭരണഘടന രൂപീകരിക്കാൻ കാരണമായ പദ്ധതി വേവൽ പദ്ധതിയാണ്. 1945 വേവൽ പദ്ധതി. എന്നാൽ ഇന്ത്യക്ക് സ്വന്തമായി ഭരണഘടന നിർമ്മാണ സഭ രൂപീകരിക്കാൻ കാരണമായ പദ്ധതി ക്യാബിനറ്റ് മിഷൻ പദ്ധതിയാണ് 1946. ഇനി റിവിഷൻ ചെയ്യാം. എം.എൻ. റോയിയാണ് 1934 ഒരു ഭരണഘടനാ നിർമ്മാണ സമിതി വേണമെന്ന് ആശയം മുന്നോട്ട് വെച്ചത്. അത് 1936 ലക്നൗ സമ്മേളനത്തിലും 1937 ഫൈസ്പൂർ സമ്മേളനത്തിലും ജവഹർലാൽ നെഹ്റു ആയിരുന്നു അധ്യക്ഷനായിരുന്നത്. അദ്ദേഹം INC എന്നൊരു സംഘടനയുടെ ആശയം ഇത് ഉയർത്തിപ്പിടിച്ചു. ഭരണഘടനാ നിർമ്മാണ സമിതി വേണമെന്നുള്ള ആശയം. ആ കാലത്ത് ലിങ്ലിത്വ പ്രഭു ഓഗസ്റ്റ് ഓഫറുമായിട്ട് വന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടനെ സഹായിക്കുകയാണ് എങ്കിൽ ഇങ്ങനെ സ്വതന്ത്രമാക്കാം എന്ന രീതിക്ക്. പക്ഷെ അതിനോട് സഹകരിച്ചില്ല ആരും. പിന്നീട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ക്ലെമന്റ് ആറ്റ്ലി 1946 ഒരു സംഘത്തെ, ക്യാബിനറ്റ് മിഷൻ എന്നൊരു സംഘത്തെ ഇന്ത്യയിലേക്ക് അയക്കുകയാണ്. ഇന്ത്യക്ക് സ്വതന്ത്രമായൊരു രാഷ്ട്രം വേണം, അതിനെപ്പറ്റി ചർച്ച ചെയ്യാനും അതിൻ്റെ തീരുമാനങ്ങൾ എടുക്കാനുമായിട്ട് ഒരു ക്യാബിനറ്റ് മിഷനെ അയക്കുകയാണ്. ആ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ എത്തുന്നത് 1946 മാർച്ച് 24 ഡൽഹിയിലെത്തുന്നു. ആ സമയത്ത് ഇന്ത്യയിലുണ്ടായിരുന്ന വേവൽ പ്രഭുവാണ്. ആ സംഘത്തിൻ്റെ തലവനായിരുന്നു പെത്തിക് ലോറൻസ് എന്ന് പറയുന്നത്. സംഘത്തിൽ 3 പേരാണ് ഉണ്ടായിരുന്നത്. പെത്തിക് ലോറൻസ്, സ്റ്റഫോർഡ് ക്രിപ്സും AV അലക്സാണ്ടറും. ക്ലെമന്റ് ആറ്റ്ലിയാണ് അവരെ ഇങ്ങോട്ടേക്ക് അയക്കുന്നത്. അതിനുശേഷം അവർ 1946 ഓഗസ്റ്റിൽ ഒരു ഇലക്ഷൻ വെക്കാം, ക്യാബിനറ്റ് മിഷൻ പറഞ്ഞിട്ട് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലെ ആൾക്കാരെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഇലക്ഷൻ വെക്കാമെന്ന് പറയുന്നു. അത് വോട്ടും നോമിനേഷനുമായിരുന്നു, രണ്ടും കൂടി ഉണ്ടായിരുന്നു. വോട്ട് ബ്രിട്ടീഷ് പ്രവിശ്യകളിലും അല്ലാതെ ഉള്ള നാട്ടുരാജ്യങ്ങളിൽ നിന്ന് നോമിനേഷനുമായിരുന്നു വെച്ചിരുന്നത്. മുസ്ലിം, സിഖ്, ജനറൽ എന്നിങ്ങനെ 3 കാറ്റഗറിയിലായിട്ടായിരുന്നു ആൾക്കാരെ റെപ്രസെൻറ്റേറ്റീവ്സിന് എടുത്തിരുന്നത്. 1:10 lakh എന്ന റേഷ്യോയിലായിരുന്നു റെപ്രസെൻറ്റേറ്റീവ്സിന് എടുത്തത്. അങ്ങനെ 1946 ഡിസംബർ 6 കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി രൂപം കൊള്ളുന്നു. അതിൻ്റെ ആദ്യത്തെ മീറ്റിംഗ് 1946 ഡിസംബർ 9 നടക്കുന്നു. അതവിടെ നിൽക്കട്ടെ. ഈ ഇലക്ഷൻ ഇപ്പോൾ പറഞ്ഞ ഈ ഇലക്ഷനിൽ 208 കോൺഗ്രസ് സ്ഥാനാർത്ഥികളും 73 മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളും 15 സ്വതന്ത്ര സ്ഥാനാർത്ഥികളും വിജയിച്ചു. അതായത് മൊത്തം 296 പേര് ആണ് വോട്ടിങ്ങിലൂടെ വരേണ്ടത് ബ്രിട്ടീഷ് പ്രവിശ്യകളിൽ നിന്ന്. മൊത്തം 389 അംഗങ്ങളാണ് ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ഉണ്ടായിരുന്നത്. അതിൽ 296 പേരും ബ്രിട്ടീഷ് പ്രവിശ്യകളിൽ നിന്നുള്ളവരാണ്. അതിൻ്റെ ഇലക്ഷനിൽ ജയിച്ച പാർട്ടിയുടെ സ്പ്ലിറ്റപ്പാണ് ഞാനിപ്പോൾ പറഞ്ഞ 208, 73, 15. ഇനി ഈ 389 ടോട്ടൽ അംഗങ്ങളിൽ 292 പേര് ബ്രിട്ടീഷ് പ്രവിശ്യയിൽ നിന്നും, 4 പേര് ഡൽഹി, അജ്മീർ, കൂർഗ്, ബലൂചിസ്ഥാൻ. ഡൽഹി, അജ്മീർ, കൂർഗ്, ബലൂചിസ്ഥാൻ ഈ സ്ഥലങ്ങളിൽ നിന്നുള്ള 4 പേരും പിന്നെ ബാക്കി 93 പേര് നാട്ടുരാജ്യങ്ങളിൽ നിന്നുമുള്ളവരുമായിരുന്നു. അങ്ങനെ മൊത്തം 389 പേര്. അങ്ങനെ 1946 ഡിസംബർ 9 ആദ്യത്തെ മീറ്റിംഗ് നടക്കുകയാണ്. ആദ്യത്തെ മീറ്റിങ്ങിൽ 207 പേരാണ് പങ്കെടുത്തത്. ആ മീറ്റിങ്ങിനെ അഭിസംബോധന ചെയ്തത്, അതായത് ആ മീറ്റിങ്ങിൻ്റെ അഭിസംബോധന ചെയ്തത് JB കൃപലാനിയാണ്. JB കൃപലാനിയാണ് ആ സമയത്തെ 1946 കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഫോം ചെയ്യുന്ന സമയത്തെ INCയുടെ പ്രസിഡൻറ്റും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോഴുള്ള INCയുടെ പ്രസിഡൻറ്റും JB കൃപലാനി തന്നെയായിരുന്നു. അതിനെ ആദ്യമായിട്ട് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിനെ അഭിസംബോധന ചെയ്തത് JB കൃപലാനിയായിരുന്നു. താൽക്കാലിക പ്രസിഡൻ്റായിട്ട് സച്ചിദാനന്ദ സിൻഹയും താൽക്കാലിക വൈസ് പ്രസിഡൻ്റായിട്ട് ഫ്രാങ്ക് ആൻ്റണിയുമായിരുന്നു. അതിനുശേഷം 1946 ഡിസംബർ 11 പെർമനൻ്റ് ആയിട്ടുള്ള
പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത്. രാജേന്ദ്ര പ്രസാദും HC മുഖർജിയും VT കൃഷ്ണമാചാരിയും വൈസ് പ്രസിഡൻസുമായിട്ടാണ് വരുന്നത്. BN റാവു ആണ് ലീഗൽ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി ഉണ്ടായിരുന്ന ആൾ. അങ്ങനെയുള്ളൊരു കമ്മിറ്റി രൂപീകരിച്ചതിന് ശേഷം 1946 ഡിസംബർ 13 ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുകയാണ്. ഈ ലക്ഷ്യപ്രമേയമാണ് ഭരണഘടനയുടെ ലക്ഷ്യം എന്താണ് ഭരണഘടന കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്തായിരിക്കണം എന്നെല്ലാം പറയുന്നത് ഈ ലക്ഷ്യപ്രമേയത്തിലാണ്. അതാണ് പിന്നീട് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആമുഖമായിട്ട് വരുന്നത്. ആ ഡിസംബർ 13 അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം പാസ്സാക്കുന്നത് അടുത്ത മാസം, അതായത് 1947 ജനുവരി 22 അത് പാസ്സാക്കുന്നത്. പിന്നീട് 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. അത് കഴിഞ്ഞൊരു ഓൾമോസ്റ്റ് ഒരു 15 ദിവസത്തോടെ കഴിഞ്ഞ് 1947 ഓഗസ്റ്റ് 29 ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ പ്രധാന കമ്മിറ്റിയായ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി തിരഞ്ഞെടുക്കുന്നത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് ഡോക്ടർ BR അംബേദ്കർ വരുന്നു. അദ്ദേഹത്തിൻ്റെ കീഴിൽ അദ്ദേഹം ചെയർമാനായിട്ടുള്ള ഒരു 7 അംഗ കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. അതാണ് പ്രധാനപ്പെട്ട കമ്മിറ്റി. അതിൽ BL മിത്തൽ എന്ന് പറയുന്ന ആളും DP ഖേദാൻ എന്ന് പറയുന്ന ആൾക്ക് പകരമായിട്ടും N മാധവറാവു, TT കൃഷ്ണമാചാരി എന്നിങ്ങനെ 2 പേര് വരികയാണ്. ബാക്കി KM മുൻഷി, N ഗോപാലസ്വാമി, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, മുഹമ്മദ് സാദുള്ള എന്നിവരാണുള്ളത്. അപ്പോൾ അതിനുള്ളൊരു ഓർത്തിരിക്കാനുള്ളൊരു കോഡ് ഹിറ്റ്ലർ മാധവൻകുട്ടി. ഹിറ്റ്ലർ മിത്തർ എന്ന് പറയുമ്പോൾ ഓർക്കാൻ ഹിറ്റ്ലർ മാധവൻകുട്ടി. മിത്തറിന് പകരം വന്നതാണ് മാധവറാവു. ഹിറ്റ്ലർ മാധവൻകുട്ടി TT ബസ്സിൽ കയറാൻ പോയ സമയത്ത് വീടിൻ്റെ മുമ്പിൽ ആരോ ഹാർട്ടും അമ്പും വരച്ചു. അത് വരച്ചു വെച്ചത് കണ്ട് സാധുവായ പാൽക്കാരൻ ഗോപാലനെ അടിച്ചു. ഹിറ്റ്ലർ മാധവൻകുട്ടി, മിത്തർ, മാധവറാവു, പിന്നെ TT കൃഷ്ണമാചാരി, ഖേദാൻ എന്നോർക്കുക, വീടിൻ്റെ മുൻപിൽ മുൻഷി, അമ്പ് അംബേദ്കർ, വരച്ചത് ഡ്രോ ചെയ്യുക ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ് ഉദ്ദേശിച്ചത്, സാധുവായ മുഹമ്മദ് സാദുള്ള, പാൽക്കാരൻ ഗോപാലൻ N ഗോപാലസ്വാമി ഗോപാലസ്വാമി. ഇതാണ് ഞാൻ ഓർത്തിരിക്കാൻ വേണ്ടി എഴുതി വെച്ചത്. പിന്നീട് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ വരുന്ന പ്രധാനപ്പെട്ടതാണ് 15 വനിതകളാണ് ഉണ്ടായിരുന്നത്. അതിൽ 3 വനിതകളായിരുന്നു. പിന്നീട് അതിൽ 284 പേരാണ് ഒപ്പിട്ടത്. അപ്പം അതിൽ 15 വനിതകളായിരുന്നു. പിന്നീട് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്യുമ്പോൾ 395 ആർട്ടിക്കിൾ, 22 ഭാഗങ്ങൾ, 8 പട്ടികകൾ എന്നിവയാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഓർത്തിരിക്കാനുള്ളത് മലയാളികൾ. മദ്രാസിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 9 മലയാളികളും തിരുവിതാംകൂറിൽ നിന്ന് 6 പേരും യുണൈറ്റഡ് പ്രൊവിൻസിൽ നിന്ന് ഒരാളും കൊച്ചിയിൽ നിന്ന് ഒരാളും അങ്ങനെയാണ് മലയാളികൾ ഉണ്ടായിരുന്നത്. മൊത്തം 17 മലയാളികളാണ് ഉണ്ടായിരുന്നത്. ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ കീനോട്ട്സ് എഴുതി വെച്ചത് ഞാൻ പോസ്റ്റ് ചെയ്യാം. ഇനി നാളെ ഡേ 2 ആണ്. ഡേ 2 ടോപ്പിക്ക് നാളെ രാവിലെ പോസ്റ്റ് ചെയ്യാം.